ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് അല്ലേ ഹരിത വിപ്ലവം. ഒരുപാട് ചോദ്യങ്ങളുണ്ട്. നമ്മൾ ഇന്ന് പഠിക്കുന്ന ടോപ്പിക്കിനോടൊപ്പം നമുക്ക് ഇന്ന് ഈ ടോപ്പിക് തീരുന്നുണ്ടെങ്കിൽ ഇതിലെ പ്രീവിയസ് ക്വസ്റ്റ്യനോടെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, 1940 മുതൽ 1970 വരെയുള്ള കാലഘട്ടത്തിൽ കാർഷിക മേഖലയിൽ ഉണ്ടായ മാന്ദ്യം പരിഹരിക്കാൻ ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആഗോളതലത്തിൽ നടപ്പിലാക്കിയ കാർഷിക മുന്നേറ്റമാണ് ഹരിത വിപ്ലവം. ഇതാണ് ഹരിത വിപ്ലവത്തിനെ കുറിച്ച് നമ്മുടെ സ്കൂൾ ടെക്സ്റ്റിൽ പറയുന്ന പോയിന്റ്. എന്താണ് ഹരിത വിപ്ലവം അല്ലെങ്കിൽ ഹരിത വിപ്ലവത്തിന്റെ അടിസ്ഥാന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1940 മുതൽ 1970 വരെ ആഗോളതലത്തിൽ നടപ്പിലാക്കിയ ഒരു കാർഷിക മുന്നേറ്റമാണ്. ഇതിന്റെ അടിസ്ഥാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? കാർഷിക മേഖലയിൽ ഉണ്ടായ മാന്ദ്യം പരിഹരിക്കുക, ഇതിനോടൊപ്പം എന്ത് ചെയ്യുക? ഉൽപാദനം വർദ്ധിപ്പിക്കുക. കാർഷിക മേഖലയിൽ ഉണ്ടായ മാന്ദ്യം പരിഹരിക്കുക, ഉൽപാദനം വർദ്ധിപ്പിക്കുക. മാക്സിമം ഇതിൽ കൂടുതലുള്ളതും കൺവേർഡ് ചോദ്യങ്ങൾ ഉള്ളതുപോലെ തന്നെ ഒരുപാട് സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ഇതിന് കൂടുതൽ ചോദിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ചോദ്യം ആയിരിക്കും, ശ്രദ്ധിച്ചോ. അപ്പൊ എന്താണ് ഹരിത വിപ്ലവം എന്ന് കിട്ടി. അതിനു പുറമെ നമ്മൾ പഠിക്കേണ്ട ചോദ്യമാണ് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ. ആ 4-5 പോയിന്റ് ശ്രദ്ധിച്ചോണേ. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, ജലസേചന മാർഗങ്ങൾ, രാസവളം, കീടനാശിനികൾ, കുറഞ്ഞ പലിശ നിരക്കിൽ സാമ്പത്തിക സഹായം. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മുൻനിർത്തി അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കാർഷിക മേഖലയിൽ ഉണ്ടാക്കിയ വൻ മുന്നേറ്റമാണ് ഹരിത വിപ്ലവത്തിന്റെ എന്ന് പറയുന്നത്, അല്ലെ ഹരിത വിപ്ലവം എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ കാര്യങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ടാണ് ഹരിത വിപ്ലവം നടപ്പിലാക്കിയെന്ന് ചോദിച്ചാൽ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, ജലസേചനങ്ങൾ, രാസവളത്തിന്റെ ഉപയോഗം, കീടനാശിനികളുടെ ഉപയോഗം, കുറഞ്ഞ പലിശ നിരക്കിൽ സാമ്പത്തിക സഹായം, ഇവയെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കാർഷിക മേഖലയിൽ ഉണ്ടാക്കിയെടുത്ത വൻ മുന്നേറ്റമാണ് എന്ന് പറയുന്നത് ഹരിത വിപ്ലവം. ഇതിനുശേഷം ഈ ഹരിത വിപ്ലവം എന്ന ആശയത്തിന് ശേഷമാണ് ഇന്ത്യയിലെ കാർഷിക മേഖല, അതായത് ആഗോളതലത്തിൽ തന്നെ കാർഷിക മേഖലയ്ക്ക് എന്തുണ്ടായത്? ഒരു ഉണർവുണ്ടായത്. അതായത് വളരെയധികം മാന്ദ്യം നേരിട്ട ഒരു കാലഘട്ടമായിരുന്നു 40 മുതൽ 70 വരെയുള്ള കാലഘട്ടം. അതായത് രണ്ടാം ലോക മഹായുദ്ധത്തിനൊക്കെ ശേഷം കാർഷിക മേഖല ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന സമയത്താണ് നമ്മുടെ ആഗോളതലത്തിൽ എന്ത് കൊണ്ടുവന്നത്? കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഹരിത വിപ്ലവം ആരംഭിക്കുന്നത്. അതിന് സഹായകരമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഉൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, ജലസേചന മാർഗങ്ങൾ, രാസവളങ്ങൾ, കീടനാശിനികൾ, കുറഞ്ഞ പലിശ നിരക്കിൽ സാമ്പത്തിക സഹായം. ഇതെല്ലാം സ്റ്റേറ്റ്മെന്റ് ചോദിക്കാൻ പറ്റുന്ന ചോദ്യമാണ്. അങ്ങനെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, ജലസേചനങ്ങൾ, രാസവളം, കീടനാശിനികൾ, കുറഞ്ഞ പലിശ നിരക്കിൽ സാമ്പത്തിക സഹായം, ഇവയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് കാർഷിക മേഖലയിൽ ഹരിത വിപ്ലവം എന്ന ആശയം നടപ്പിലാക്കുന്നത്. ഓക്കെ, ആദ്യമായി ആരംഭിച്ച രാജ്യം. വൺ വേർഡ് ചോദ്യമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഉത്തരവാണ്. അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യാമോ? നമ്മുടെ സ്ഥിരം ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നവരെ, കമന്റ് ചെയ്യുന്നവർ ഇന്നുകൊണ്ട് ഒന്ന് കമന്റ് ചെയ്ത് നോക്കാമോ? ഹരിത വിപ്ലവം ആദ്യമായിട്ട് ആരംഭിച്ച രാജ്യം ഏതാണ്? ഏത് രാജ്യത്തിലാണ് ആദ്യമായിട്ട് ഹരിത വിപ്ലവം ആരംഭിച്ചത്? നമുക്ക് അറിയാവുന്ന ചോദ്യമല്ലേ, ഏറ്റവും സിമ്പിൾ ചോദ്യമല്ലേ. ഹരിത വിപ്ലവം ആദ്യമായിട്ട് ആരംഭിച്ച രാജ്യം ഒന്ന് കമന്റ് ചെയ്യാമോ? 9 പേര് ലൈവിൽ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളവരൊന്നും ലൈവ് അറ്റൻഡ് ചെയ്തിട്ടില്ല. അവര് റെക്കോർഡ് ക്ലാസ് ആയിരിക്കും കാണുന്നത്. ഓക്കെ, റഷ്യയാണോ ലോകത്തിൽ ആദ്യമായിട്ട് ഹരിത വിപ്ലവം ആരംഭിച്ച രാജ്യം? റഷ്യയാണോ? ഒന്നുകൊണ്ടൊന്ന് ആലോചിച്ച് നോക്ക്. ലോകത്തിൽ ആദ്യമായിട്ട് ഹരിത വിപ്ലവം ആരംഭിക്കുന്ന രാജ്യമാണ് മെക്സിക്കോ. ഏത് രാജ്യമാണ്? മെക്സിക്കോ. 1944. ഏത് രാജ്യമാണ്? 1944. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. ലോകത്തിൽ ആദ്യമായി ഹരിത വിപ്ലവം ആരംഭിച്ച രാജ്യമാണ് മെക്സിക്കോ, 1944. അടുത്ത ചോദ്യം, 1945 റോക്ക് ഫില്ലർ ഫൗണ്ടേഷൻ. എന്താണ്? റോക്ക് ഫില്ലർ ഫൗണ്ടേഷൻ നൽകിയ ധനസഹായത്തിലൂടെ ഗോതമ്പ് കൃഷിയിലാണ് ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിക്കുന്നത്. ഓക്കെ, A47 മെക്സിക്കോയുടെ ഫ്ലാഗ് ഒക്കെ കൊണ്ടാണ് വന്നിട്ടുള്ളത്, ശ്രദ്ധിച്ചോണം. അപ്പൊ ഉത്തരം വളരെ കറക്റ്റ് ആണ്. ആദ്യമായിട്ട് ആരംഭിച്ച രാജ്യം മെക്സിക്കോ, 1944. 45 റോക്ക് ഫില്ലർ ഫൗണ്ടേഷൻ നൽകിയ ധനസഹായത്തിലൂടെ ഗോതമ്പ് കൃഷിയിലാണ് ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിക്കുന്നത്. അപ്പൊ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിക്കുന്നത് ഏത് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടെന്ന് ചോദിച്ചാൽ ഏത് മുന്നേറ്റമാണ്? ഏത് കാർഷികത്തിലൂടെയാണ്? ഗോതമ്പ് കൃഷിയിലാണ്, അല്ലെ? മുന്നേറ്റം തുടക്കം കുറിക്കുന്നത് എന്താണ്? ഗോതമ്പ് കൃഷിയിലൂടെയാണ്. അപ്പൊ ഇവിടെ ഒരു വൺ വേർഡ് ചോദ്യം കിട്ടിയത് എന്താണ്? മെക്സിക്കോയിലാണ് ആദ്യമായിട്ട് ആരംഭിക്കുന്ന വർഷം 1944. 45 റോക്ക് ഫില്ലർ ഫൗണ്ടേഷൻ നൽകിയ ധനസഹായത്തിലൂടെയാണ് ഗോതമ്പ് കൃഷിയിലാണ് ഹരിത വിപ്ലവം കുറിച്ചത്. ഹരിത വിപ്ലവം നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഏറ്റവും ഓർമ്മ വരുന്നത് ഗോതമ്പ് കൃഷിയാണ്. ഈ ഗോതമ്പ് വിപ്ലവം എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുന്നത് തന്നെ, അല്ലേ? അപ്പൊ ഓർമ്മിച്ചോണേ, 44 മെക്സിക്കോയിൽ ആരംഭിക്കുന്നു. റോക്ക് ഫില്ലർ ഫൗണ്ടേഷൻ ആണ് ഈ ഒരു പദ്ധതി ആരംഭിക്കുന്നതിനുള്ള ഫണ്ട് നൽകുന്നത്, ധനസഹായം നൽകുന്നത്. ഓക്കെ, നമ്മുടെ ഹരിത വിപ്ലവം എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? നോർമൻ ബോർലോഗ്, അല്ലെ? ആരാണ് നോർമൻ ബോർലോഗ്? ഇതാ നീക്കിയാണ് നോർമൻ ബോർലോഗ്, ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ. ആരാണ് ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ? അതായത് ഇദ്ദേഹം ജനിച്ചത് 1914 മാർച്ച് 25. നമ്മൾ ഹരിത വിപ്ലവം എന്ന് പറയുമ്പോൾ 2 വ്യക്തികളെ കുറിച്ചാണ് ഇതിൽ മേജർ ചോദ്യങ്ങളും വരുന്നത്. പിന്നെ ഹരിത വിപ്ലവം ഇന്ത്യയിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഹരിത വിപ്ലവത്തിന്റെ പോരായ്മകൾ എന്തൊക്കെയാണ്? ഇത്രയും ചോദ്യമാണ് ഇവിടുന്ന് പ്രധാനമായിട്ട് പഠിക്കേണ്ടത്. ആ 2 വ്യക്തികളിൽ ഒരാളാണ് നോർമൻ ബോർലോഗ്. മറ്റൊരു വ്യക്തി നിങ്ങൾക്ക് അറിയാം, ആരാണ്? MS സ്വാമിനാഥൻ. ആരാണ്? MS സ്വാമിനാഥൻ.
അതുപോലെ നമ്മൾ ആദ്യം പഠിക്കുന്ന നോർമൻ ബോർലോഗുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. 1914 മാർച്ച് 25 ഇദ്ദേഹം ജനിക്കുന്നത്. അപ്പോൾ 1914 മാർച്ച് 25 ജനിച്ചു. ഇദ്ദേഹം മരിച്ചത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2009 സെപ്റ്റംബർ 12 സെപ്റ്റംബർ 12 അന്തരിച്ചു. അപ്പോൾ ഒന്നാമത്തെ ജനിച്ച വർഷം 1914 മാർച്ച് 25, മരിച്ച വർഷം 2009 സെപ്റ്റംബർ 12. ഹരിത വിപ്ലവത്തിന്റെ പിതാവ്, ഇത് തന്നെയാണ് ഇദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? നോർമൻ ബോർലോഗ്. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച കൃഷി ശാസ്ത്രജ്ഞൻ ആരെന്ന് ചോദിച്ചാൽ ആരാണ്? നോർമൻ ബോർലോഗ്. 1970. ചോദ്യം, സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച കൃഷി ശാസ്ത്രജ്ഞനാണ് ആരെന്ന് പറയുന്നത്? നോർമൻ ബോർലോഗ്. 1970. ഗോതമ്പിന്റെ ഉയർന്ന വിളവ് നൽകുന്ന ഇനങ്ങൾ കണ്ടെത്തിയതിനാണ് അല്ലെങ്കിൽ വികസിപ്പിച്ചെടുത്തതിനാണ് ഇദ്ദേഹത്തിന് ഈ പുരസ്കാരം നൽകുന്നത്. അപ്പോൾ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച കൃഷി ശാസ്ത്രജ്ഞനാണ് നോർമൻ ബോർലോഗ് എന്ന് പറയുന്നത്. 1970. ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ. നോർമൻ ബോർലോഗ് ജനിച്ച വർഷം 1914 മാർച്ച് 25, മരിച്ചത് 2009 സെപ്റ്റംബർ 12. ഹരിത വിപ്ലവത്തിന്റെ പിതാവെന്ന് അറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? നോർമൻ ബോർലോഗ്. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച കൃഷി ശാസ്ത്രജ്ഞനാണ് നോർമൻ ബോർലോഗ്. 1970. ഗോതമ്പിന്റെ ഉയർന്ന വിളവ് നൽകുന്ന ഇനങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിത്തിനങ്ങൾ വികസിപ്പിച്ചെടുത്തതാണ് ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തനം. ഇതിനാണ് ഇദ്ദേഹത്തിന് എന്ത് കിട്ടുന്നത്? നോബൽ സമ്മാനം ലഭിച്ചത്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണല്ലോ? ഹരിത വിപ്ലവത്തിന്റെ ഒരു കാലഘട്ടം, അത് തുടങ്ങാനുള്ള കാര്യം, അതുപോലെ തന്നെ അതിന്റെ ഫണ്ട് നൽകിയ ഒരു ഫെഡറേഷന്റെ പേര് പറഞ്ഞു. അതിനുശേഷം നമ്മൾ നോർമൻ ബോർലോഗിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇത്രയും ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഡോക്ടർ നോർമൻ ബോർലോഗിന്റെ ബഹുമാനാർത്ഥമായി ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് നോർമൻ ബോർലോഗ് പുരസ്കാരം. എന്താണ് നോർമൻ ബോർലോഗ് പുരസ്കാരം? അപ്പോൾ ഫുഡ് പ്രൈസ് ഫെഡറേഷൻ അല്ലെങ്കിൽ വേൾഡ് ഫുഡ് പ്രൈസ് ഫെഡറേഷൻ എന്താണ് ഡോക്ടർ നോർമൻ ബോർലോഗിന്റെ ബഹുമാനാർത്ഥമായിട്ട് ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് നോർമൻ ബോർലോഗ് പുരസ്കാരം. ഈ അവാർഡ് നൽകുന്നത് കാർഷിക രംഗത്തിലെ പ്രവർത്തനങ്ങളെ അടിസ്ഥാനമാക്കിയാണ്. കാർഷിക മേഖലയെ അടിസ്ഥാനമാക്കിയാണ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് അവാർഡ് കൊടുക്കുന്നത്. ഇദ്ദേഹത്തിന്റെ വളരെയധികം പ്രശസ്തമായ ഒരു കാര്യമാണ് ഈ ഗോതമ്പിന്റെ ഉയർന്ന വിത്തുകളൊക്കെ കണ്ടെത്തിയത്. അത് നമ്മുടെ ലോക രാഷ്ട്രങ്ങൾക്കിടയിൽ തന്നെ എന്താണ് ആ ഒരു മേഖലയിൽ, ഭക്ഷ്യധാന്യങ്ങളുടെ മേഖലയിൽ എന്താണ് വലിയൊരു വിപ്ലവം ഉണ്ടാക്കി മാറ്റി. അതുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് കൊടുത്തു? സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കൊടുത്തു. ഹരിത വിപ്ലവ പദം ആദ്യമായി ഉപയോഗിച്ചതാരാണ്? ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചതാരാണ്? ഹരിത വിപ്ലവത്തിന്റെ പിതാവ് നോർമൻ ബോർലോഗ് എന്ന് പറഞ്ഞു. എന്നാൽ ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചതാരാണ്? ആർക്കെങ്കിലും അറിയാമോ? വില്യം ഗൗഡ്. ആരാണ്? വില്യം ഗൗഡ്. അപ്പോൾ ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് വില്യം ഗൗഡ് ആണ്. ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്നത്, ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്നത് എവിടെയാണ്? ഫിലിപ്പൈൻസ്. എവിടെയാണ്? ഫിലിപ്പൈൻസ് അല്ലെ? വില്യം ഗൗഡ് അല്ലെ? വില്യം ഗൗഡ്. അപ്പൊ ശ്രദ്ധിച്ചോണേ, ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്നത് എന്താണ്? ഫിലിപ്പൈൻസ് ആണ് കേട്ടോ. ഫിലിപ്പൈൻസ്. ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചതാരാണ്? വില്യം ഗൗഡ് കേട്ടോ. വില്യം ഗൗഡ്. ഓക്കെ, അപ്പൊ 2 ചോദ്യം കൂടെ. ഇതെല്ലാം 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഇനി പഠിക്കേണ്ടത് ഇന്ത്യൻ ഹരിത വിപ്ലവമാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവം. നമുക്കൊരു 25 സ്ലൈഡേ ഉള്ളൂ ഈ ഒരു ഹരിത വിപ്ലവം എന്ന് പറഞ്ഞ ടോപ്പിക് മൊത്തം. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം? പ്രീവിയസ് ക്വസ്റ്റ്യൻ കൂടെ പഠിക്കണം. അപ്പൊ മാക്സിമം നമുക്ക് പറഞ്ഞ് പഠിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ഹരിത വിപ്ലവം. ഹരിത വിപ്ലവം ഒക്കെ നിങ്ങൾ ചെയ്യേണ്ടത് പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റുകൾ നല്ല വ്യക്തമായിട്ട് വായിക്കുക. 1 വേർഡ് ചോദ്യം ഒഴിച്ചുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. നല്ലപോലെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. ഹരിത വിപ്ലവത്തിന്റെ ബേസിക് ഐഡിയ ഒരാളുടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യും? നമുക്ക് ഹരിത വിപ്ലവം എന്നുള്ള ടോപ്പിക് എന്ത് ചെയ്യാൻ പറ്റും? പരീക്ഷകൾക്ക് ഉത്തരം എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ഇന്ത്യൻ ഹരിത വിപ്ലവം 2 ഘട്ടങ്ങളിലായിട്ടാണ് അറിയപ്പെടുന്നത്. അതായത് ഇന്ത്യയിലെ ഹരിത വിപ്ലവ പ്രവർത്തനം 2 ഘട്ടങ്ങളായിട്ടാണ് അറിയപ്പെടുന്നത്. ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് 1960ന്റെ പകുതി മുതൽ 1970ന്റെ പകുതി വരെയാണ്. അപ്പൊ 2 ഘട്ടങ്ങളായിട്ട് പഠിക്കാം. ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിക്കുന്നത് 1960ന്റെ പകുതി മുതലും 1970ന്റെ പകുതി വരെയുമാണ്. 60ൽ തുടങ്ങിയെങ്കിലും 61ലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. 61 പകുതിയൊക്കെ ആകുമ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ 60 പകുതി മുതലും 70 പകുതി വരെയുമാണ് ഹരിത വിപ്ലവത്തിന്റെ ഒന്നാം ഘട്ടം എന്ന് പറയുന്നത്. ഈ കാലഘട്ടമാണ് ഗോതമ്പ് വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ ഹരിത വിപ്ലവം, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ ആദ്യഘട്ടം 1960ന്റെ പകുതി മുതലും 1970ന്റെ പകുതി വരെയും ആണെന്ന് പറഞ്ഞു. ഈ ഘട്ടം അറിയപ്പെടുന്നത് എന്താണ്? ഗോതമ്പ് വിപ്ലവം എന്നാണ്. എന്താണ്? ഗോതമ്പ് വിപ്ലവം. അപ്പൊ ഇന്ത്യൻ ഹരിത വിപ്ലവം 2 ഘട്ടങ്ങളായിട്ടാണ് അറിയപ്പെടുന്നത്. ഇതിന്റെ രണ്ടാമത്തെ ഘട്ടം 1970ന്റെ പകുതി മുതൽ 1980ന്റെ പകുതി വരെയാണ്. 80ന്റെ പകുതി വരെയാണ് അല്ലെ? 70ന്റെ പകുതി മുതൽ 80ന്റെ പകുതി വരെയാണ് അല്ലെ? അപ്പൊ ക്ലിയർ ആയിട്ട് പഠിക്കുക. 60ന്റെ പകുതി മുതൽ, 60ന്റെ പകുതി വരെ എന്ന് പറയുമ്പോൾ നമ്മുടെ 3ാം പഞ്ചവത്സരപദ്ധതി 61ൽ ആരംഭിക്കുന്നത് മുതലാണ് ഹരിത വിപ്ലവം ശരിയായിട്ട് നടപ്പിലാക്കി തുടങ്ങുന്നത്. ഒരിക്കലും 2ാം പദ്ധതി അല്ല ആരംഭിച്ചത്, 3ാം പദ്ധതി തന്നെയാണ്. നമ്മൾ പക്ഷെ 60 എന്ന് പറയുമ്പോൾ അത് 2ാം പദ്ധതി കാലഘട്ടം ഉൾപ്പെടുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 61 കാലഘട്ടം മുതലാണ് ഹരിത വിപ്ലവം ഇന്ത്യയിൽ നടപ്പിലാക്കി തുടങ്ങുന്നത്. ഈ ഒരു ആശയത്തിന് തുടക്കം കുറിക്കുന്നതാണ് 60ന്റെ പകുതി എന്ന് പറയുന്നത്. 60ന്റെ പകുതി മുതൽ 70ന്റെ പകുതി വരെയാണ്.
ആദ്യ ഘട്ടം അറിയപ്പെടുന്നത് ഗോതമ്പ് വിപ്ലവം എന്നാണ്. രണ്ടാമത്തെ ഘട്ടം അറിയപ്പെടുന്നത് 1970 പകുതി മുതൽ 1980 പകുതി വരെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യം, ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായിട്ട് പറഞ്ഞത് ആരാണ്? കാർഷിക മേഖലയിൽ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായി 66-67 വർഷങ്ങളിൽ ഇന്ത്യ ഗവൺമെന്റ് വ്യാപകമായി നടപ്പിലാക്കിയ കാർഷിക തന്ത്രമാണ് ഹരിത വിപ്ലവം എന്ന് പറയുന്നത്. അപ്പോൾ 60-ന് ശേഷം നമ്മൾ 60-ന് പകുതി എന്ന് പറഞ്ഞു, 66 ആയപ്പോഴത്തേക്ക് ഇത് വളരെയധികം പീക്ക് ലെവലിലോട്ട് എത്തി. അതുകൊണ്ടാണ് പറഞ്ഞത് 66-67 കാലയളവിൽ ഇന്ത്യ ഗവൺമെന്റ് വ്യാപകമായിട്ട് എന്ത് തുടങ്ങി? ഹരിത വിപ്ലവം എന്നുള്ള കാർഷിക തന്ത്രം എന്ത് ചെയ്തു? രാജ്യത്ത് നടപ്പിലാക്കാനായിട്ട് ശ്രമിച്ചു. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണ്? എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ്, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. ഞാൻ പറഞ്ഞു ഹരിത വിപ്ലവം എന്ന് പറയുമ്പോൾ 2 വ്യക്തികളെ കുറിച്ചാണ് പഠിക്കേണ്ടത്. അതിൽ ഒരു വ്യക്തിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു, നോർമൻ ബോർലോഗ് എന്ന് പറഞ്ഞു. അടുത്ത രണ്ടാമത്തെ വ്യക്തി ആരാണ്? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. അതായത് 100 പേര് പരീക്ഷ എഴുതാൻ പോയ 99.9% പേര് എഴുതുന്ന ചോദ്യമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണ്? MS സ്വാമിനാഥൻ. ആരാണ്? MS സ്വാമിനാഥൻ. എന്നാൽ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ നായകൻ ആരാണ്? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് MS സ്വാമിനാഥൻ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ നായകൻ ആരാണ്? നായകൻ ശ്രദ്ധിച്ചു പഠിച്ചോണേ, MP സിംഗ്, ഡോക്ടർ MP സിംഗ്. നിങ്ങൾ പഠിച്ചിട്ടില്ലേ? കാർഷിക വിളകൾ പഠിച്ചിട്ടുണ്ടോ? നിങ്ങൾ കാർഷിക വിളകളൊക്കെ പഠിച്ചിട്ടുണ്ടോ? ഇല്ല, നമുക്ക് എങ്ങനെ പഠിക്കാം കേട്ടോ. MP സിംഗ് നിങ്ങൾ നോക്കിച്ചോണേ. K68 എന്ന ഗോതമ്പ് വിത്തിനം വികസിപ്പിച്ചെടുത്ത വ്യക്തിയാണ് ആര്? MP സിംഗ്. K68 ഓർമ്മിച്ചോണേ. K68 ഓർമ്മിച്ചോണേ. ഒരു കണക്റ്റഡ് പോയിന്റ് ആണ് ഞാൻ പറഞ്ഞത്, ജസ്റ്റ് ഒന്ന് എഴുതിക്കോണേ. K68 എന്ന ഗോതമ്പ് വിത്തിനം വികസിപ്പിച്ചെടുത്ത വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? MP സിംഗ്. ആരാണ്? MP സിംഗ്. ആരാണ്? MP സിംഗ്. ഓക്കെ, അപ്പൊ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ നായകൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? ഡോക്ടർ MP സിംഗ്. ഇന്ത്യൻ ഹരിത വിപ്ലവം ആരംഭിച്ചപ്പോൾ കൃഷി മന്ത്രി അല്ലെങ്കിൽ കാർഷിക വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ്? സ്ഥിരം ചോദ്യങ്ങളാണ്. ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ചപ്പോൾ കാർഷിക മന്ത്രി, കൃഷി മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? C സുബ്രഹ്മണ്യം. ആരാണ്? C സുബ്രഹ്മണ്യം. ഇതും പരീക്ഷകൾക്ക് ചോദിക്കാം. കറക്റ്റ് ആണ്. A68 ഗോതമ്പ് വികസിപ്പിച്ചെടുത്ത വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? നമ്മൾ പറഞ്ഞ ആരാണ്? MP സിംഗ് ആണ്. ഇന്ത്യൻ ഹരിത വിപ്ലവം ആരംഭിച്ചപ്പോൾ കൃഷി മന്ത്രി ആരെന്ന് ചോദിച്ചാൽ C സുബ്രഹ്മണ്യം. ആരാണ്? C സുബ്രഹ്മണ്യം. ഓക്കെ ആണല്ലോ. അപ്പോൾ കാർഷിക മേഖലയിൽ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് 66-67 വർഷങ്ങളിൽ ഇന്ത്യയിലെ വ്യാപകമായിട്ട് എന്ത് നടപ്പിലാക്കി? ഈ ഒരു ഹരിത വിപ്ലവം നടപ്പിലാക്കാനായിട്ട് ഇന്ത്യ ഗവൺമെന്റ് ശ്രമിച്ചു. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? MS സ്വാമിനാഥൻ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ നായകൻ എന്നറിയപ്പെടുന്ന ഡോക്ടർ MP സിംഗ്. അതുപോലെ തന്നെ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന് ആരംഭിച്ച സമയത്തെ കൃഷി മന്ത്രി, കാർഷിക മന്ത്രി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? C സുബ്രഹ്മണ്യം. ആരാണ്? C സുബ്രഹ്മണ്യം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ ആയോ? ഓക്കെ ആയോ? ക്ലിയർ ആയോ? നമുക്ക് അടുത്ത് പഠിക്കേണ്ടത് ആരാണ്? MS സ്വാമിനാഥൻ. ഞാൻ പറഞ്ഞു ഹരിത വിപ്ലവം എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു വ്യക്തി നോർമൻ ബോർലോഗ്. ഒരുപാട് ചോദ്യം നമ്മൾ പഠിച്ചിട്ടില്ല, പക്ഷെ MS സ്വാമിനാഥനെ കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കും. കാരണം ഇപ്പോ ഈ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ച ഇദ്ദേഹം അടുത്ത കാലഘട്ടത്താണ് മരിച്ചത്. അപ്പൊ ആ മരിച്ച ഡേറ്റ് പോലും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. MS സ്വാമിനാഥൻ അന്തരിച്ച ഡേറ്റ് പോലും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അത് ഉൾപ്പെടുത്തി തന്നെ ആയിരിക്കും പഠിക്കുന്നത്. കഴിഞ്ഞ പരീക്ഷകളിൽ ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം പറയും. MS സ്വാമിനാഥൻ. ഓക്കെ, മങ്കൊമ്പ് സാംബശിവൻ സ്വാമിനാഥൻ. ഇതാണ് ഇദ്ദേഹത്തിന്റെ മൊത്തം പേര്. മങ്കൊമ്പ് സാംബശിവൻ സ്വാമിനാഥൻ. MS സ്വാമിനാഥൻ. ജനിച്ചത് 1925 ഓഗസ്റ്റ് 7. ജനിച്ചത് 1925 ഓഗസ്റ്റ് 7 തമിഴ്നാടിലെ കുംഭകോണത്താണ്. തമിഴ്നാടിലെ ഒരു വളരെ പ്രശസ്തമായ ഒരു സ്ഥലമാണ് കുംഭകോണം. ആ സ്ഥലത്താണ് 1925 ഓഗസ്റ്റ് 7 മങ്കൊമ്പ് സാംബശിവൻ സ്വാമിനാഥൻ എന്നറിയപ്പെടുന്ന MS സ്വാമിനാഥൻ ജനിച്ചത്. നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. ഓർമ്മയുള്ളവർ കമന്റ് ചെയ്യണേ. നമ്മുടെ PC മഹലനോബിസിന്റെ ജന്മദിനം എന്നാണ്? നമ്മൾ പഠിച്ചിട്ടുള്ള ചോദ്യമാണ്. ജസ്റ്റ് ഒരു റിവിഷൻ എന്ന രീതിയിൽ ചോദിക്കുന്നതാണ്. ഒന്ന് കമന്റ് ചെയ്യാമോ? സെപ്റ്റംബർ 15 എഞ്ചിനീയേഴ്സ് ഡേ. എന്താണ്? M വിശ്വേശ്വരയുടെ ജന്മദിനം. സെപ്റ്റംബർ 15 M വിശ്വേശ്വരയ്യ. സെപ്റ്റംബർ 15 M വിശ്വേശ്വരയ്യ. ഞാൻ പറഞ്ഞത് PC മഹലനോബിസ്. ജൂൺ 29 ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേ. ഇവിടെ പറഞ്ഞത് M വിശ്വേശ്വരയുടെ ജന്മദിനമാണ്. നിങ്ങൾ പലരും കമന്റ് ചെയ്ത്, കുറച്ചുപേര് ഓർമ്മിച്ചോണം. M വിശ്വേശ്വരയുടെ ജന്മദിനം സെപ്റ്റംബർ 15. ഇന്ത്യൻ എഞ്ചിനീയേഴ്സ് ഡേ, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേ എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജൂൺ 29. ഓക്കെ, ഓർമ്മിച്ചോണം കേട്ടോ. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേ ഓർമ്മിച്ചോണം. ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് ചോദിച്ചതേ ഉള്ളൂ. 1925 ഓഗസ്റ്റ് 7 മങ്കൊമ്പ് സാംബശിവൻ സ്വാമിനാഥൻ എന്നറിയപ്പെടുന്നത് MS സ്വാമിനാഥൻ ജനിച്ചത്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആണ് ആരെന്ന് പറയുന്നത്? MS സ്വാമിനാഥൻ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. അതിനു പുറമെ ഇന്ത്യൻ അഗ്രികൾച്ചറിന്റെ പിതാവ്, ഇന്ത്യൻ കാർഷിക മേഖലയുടെ പിതാവ് അല്ലെങ്കിൽ ഇന്ത്യൻ അഗ്രികൾച്ചറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നവർ തന്നെയാണ് MS സ്വാമിനാഥൻ. അപ്പൊ MS സ്വാമിനാഥൻ 2 ചോദ്യം കിട്ടി. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ്, ഇന്ത്യൻ അഗ്രികൾച്ചറിന്റെ പിതാവാണ്.
ഇദ്ദേഹത്തെ ഫാദർ ഓഫ് ഫാദർ ഓഫ് എക്കണോമിക് എക്കോളജി എന്ന് വിശേഷിപ്പിച്ച സ്ഥാപനം, ഇദ്ദേഹത്തെ ഫാദർ ഓഫ് എക്കണോമിക് എക്കോളജി എന്ന് വിശേഷിപ്പിച്ച സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചാൽ UNEP, അതായത് യുണൈറ്റഡ് നേഷൻ എൻവയോൺമെന്റ് പ്രോഗ്രാം 1972 ജൂൺ 5 രൂപീകരിച്ച UNEP ആണ് MS സ്വാമിനാഥനെ ഫാദർ ഓഫ് എക്കണോമിക് എക്കോളജി എന്ന് വിശേഷിപ്പിച്ചത്. എക്കണോമിക് എക്കോളജി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇദ്ദേഹത്തെ ഫാദർ ഓഫ് എക്കണോമിക് എക്കോളജി എന്ന് വിശേഷിപ്പിച്ച സ്ഥാപനം എന്ന് ചോദിച്ചാൽ UNEP. എന്താണ് UNEPയുടെ പൂർണ്ണ രൂപം? യുണൈറ്റഡ് നേഷൻ എൻവയോൺമെന്റ് പ്രോഗ്രാം 1972 ജൂൺ 5 അല്ലെ, ജൂൺ 5 കെനിയയിലെ നെയ്റോബിയിലാണ് ഇതിന്റെ ആസ്ഥാനം. കെനിയയിലെ നെയ്റോബിയിലാണ് ഇതിന്റെ ആസ്ഥാനം വരുന്നത്. UNEP ഞാൻ കണക്ട് ചെയ്ത് പറഞ്ഞ പോയിന്റുകളാണ്. രൂപീകരിച്ച വർഷവും അതിന്റെ ആസ്ഥാനം കെനിയയിലെ നെയ്റോബി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പറഞ്ഞ UNEPയുടെ ആസ്ഥാനം. യുണൈറ്റഡ് നേഷൻ എൻവയോൺമെന്റ് പ്രോഗ്രാം 1972 ജൂൺ 5 ഈ സ്ഥാപനമാണ് MS സ്വാമിനാഥനെ എങ്ങനെ വിശേഷിപ്പിച്ചത്? ഫാദർ ഓഫ് എക്കണോമിക് എക്കോളജി, ഫാദർ ഓഫ് എക്കണോമിക് എക്കോളജി എന്ന് വിളിച്ചത്. അപ്പോൾ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ്, ഇന്ത്യൻ അഗ്രികൾച്ചറിന്റെ പിതാവാണ്. ഇദ്ദേഹത്തെ ഫാദർ ഓഫ് എക്കണോമിക് എക്കോളജി എന്ന് വിശേഷിപ്പിച്ച സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചാൽ UNEP, യുണൈറ്റഡ് നേഷൻ എൻവയോൺമെന്റ് പ്രോഗ്രാം. മാക്സിമം ക്ലാസ് തന്നെ പഠിക്കുക. 1972 ജൂൺ 5 രൂപീകരിച്ച സ്ഥാപനമാണ് UNEP. വേൾഡ് ഫുഡ് പ്രൈസ് നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരനും ആര് തന്നെയാണ്? MS സ്വാമിനാഥൻ. ഈ പ്രൈസ്, ഈ തുക അദ്ദേഹം ഉപയോഗിച്ചത് ഇദ്ദേഹത്തിന്റെ തന്നെ ഒരു റിസർച്ച് ഫൗണ്ടേഷൻ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. വേൾഡ് ഫുഡ് പ്രൈസ് നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് MS സ്വാമിനാഥൻ. ആരാണ്? MS സ്വാമിനാഥൻ. ഇദ്ദേഹത്തിന് മാക്സസെ അവാർഡ് ലഭിച്ച വർഷം 1971. ഇദ്ദേഹത്തിന് മാക്സസെ അവാർഡ് ലഭിച്ച വർഷം 1971. ഒരുപാട് അവാർഡുകൾ ലഭിച്ച ഒരു വ്യക്തിയാണ് ആര്? MS സ്വാമിനാഥൻ എന്ന് പറയുന്നത്. അദ്ദേഹമാണ് ആദ്യമായിട്ട് വേൾഡ് ഫുഡ് പ്രൈസ് നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന് മാക്സസെ അവാർഡ് ലഭിച്ച വർഷം 1971. ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചറിന്റെ പ്രഥമ വേൾഡ് അഗ്രികൾച്ചർ പ്രൈസ് നേടിയ വ്യക്തിയും ഇദ്ദേഹമാണ്. അടുത്ത പുരസ്കാരമാണ് ഇദ്ദേഹത്തിന് ലഭിച്ച ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചറിന്റെ പ്രഥമ വേൾഡ് അഗ്രികൾച്ചർ പ്രൈസ് നേടിയ വ്യക്തി. ഒന്നുകൂടെ ശ്രദ്ധിച്ചോടെ, ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചറിന്റെ പ്രഥമ വേൾഡ് അഗ്രികൾച്ചറൽ പ്രൈസ് നേടിയ വ്യക്തിയും ഇദ്ദേഹം തന്നെയാണ്. MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഇദ്ദേഹത്തിന് കിട്ടിയ ഒരു അവാർഡ് വേൾഡ് ഫുഡ് പ്രൈസ് നേടിയെന്ന് പറഞ്ഞില്ലേ. ആ ഫുഡ് പ്രൈസ് നേടിയ സമയത്ത് അദ്ദേഹത്തിന് പ്രൈസ് ആയിട്ട് കിട്ടിയ ഒരു തുക ഉണ്ടായിരുന്നു. ആ തുക ഉപയോഗിച്ചാണ് അദ്ദേഹം എന്ത് ചെയ്തത്? MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ സ്ഥാപിച്ചത്. അപ്പോൾ MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? വേൾഡ് ഫുഡ് പ്രൈസ് നേടിയ ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞു. ആ പ്രൈസ് തുക കൊണ്ടാണ്, ആ ഒരു ലഭിച്ച തുക കൊണ്ടാണ് അദ്ദേഹം MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ ആരംഭിച്ചത്. അത് എവിടെയാണ് അതിന്റെ സ്ഥിതി ചെയ്യുന്നത്? അത് എവിടെയാണെന്ന് ചോദിച്ചാൽ കമന്റ് ചെയ്ത്. കറക്റ്റ് ആണ്, ചെന്നൈ. എവിടെയാണ്? ചെന്നൈ. അപ്പോൾ MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? ചെന്നൈ. അദ്ദേഹത്തിന് ലഭിച്ച പ്രധാനപ്പെട്ട 3 അവാർഡുകൾ പറഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു അവാർഡാണ് ഇവിടെ പറഞ്ഞത്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചറിന്റെ പ്രഥമ വേൾഡ് അഗ്രികൾച്ചർ പ്രൈസ് നേടിയ വ്യക്തിയും MS സ്വാമിനാഥനാണ്. MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ സ്ഥിതി ചെയ്യുന്നത് ചെന്നൈയാണ്. ഇന്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അധ്യക്ഷനായ ആദ്യത്തെ ഇന്ത്യക്കാരൻ MS സ്വാമിനാഥൻ. മറ്റൊരു ചോദ്യം, ഇന്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അധ്യക്ഷനായ ആദ്യത്തെ ഇന്ത്യക്കാരൻ. എന്നാണ് ഇന്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം? എവിടെയാണ് ഇന്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം? എവിടെയാണ് കേട്ടോ? മനില, ഫിലിപ്പീൻസിലെ മനില. ഫിലിപ്പീൻസ്, മനില. നമ്മൾ ഇന്ന് മനില, ഫിലിപ്പീൻസ് എന്ന് ഉത്തരം കിട്ടുന്ന മറ്റൊരു ചോദ്യം പഠിച്ചല്ലോ, ഓർമ്മയുണ്ടോ? ഫിലിപ്പീൻസ് എന്ന് പറഞ്ഞ ഉത്തരം കിട്ടുന്ന വേറൊരു ചോദ്യം നമ്മൾ പഠിച്ച ഓർമ്മയുണ്ടോ? നേരത്തെ പഠിച്ചൊരു ചോദ്യമാണ്. ഇന്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം ഫിലിപ്പൈൻസ് ആണ്, മനിലയാണ്. ഇതിന്റെ ആദ്യത്തെ അധ്യക്ഷനായ ഇന്ത്യക്കാരനും ആര് തന്നെയാണ്? MS സ്വാമിനാഥനാണ്. എവിടെ? ആരാണ്? MS സ്വാമി. ഏഷ്യൻ ഗ്രഹം അല്ലെ, ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഗ്രഹം എന്നറിയപ്പെടുന്നത് എവിടെയാണ്? ഭവനം എന്നറിയപ്പെടുന്നത് എവിടെയാണ്? എന്താണ്? ഫിലിപ്പൈൻസ് ആണ്. ഫിലിപ്പൈൻസിലെ മനിലയാണ് ഇന്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം. അപ്പോൾ ഇന്ത്യൻ കൗൺസിൽ ഓഫ്, നല്ല കുറെ ചോദ്യങ്ങൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ പഠിച്ചു. ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചറിന്റെ പ്രഥമ അഗ്രികൾച്ചർ അല്ലെ, പ്രഥമ വേൾഡ് അഗ്രികൾച്ചർ പ്രൈസ് നേടിയ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ MS സ്വാമിനാഥനാണ്. MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ സ്ഥിതി ചെയ്യുന്നത് ചെന്നൈയിലാണ്. ഇന്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അധ്യക്ഷനായ ആദ്യത്തെ ഇന്ത്യക്കാരനും ഏതാണ്? MS സ്വാമിനാഥനാണ്. അതുപോലെ പറഞ്ഞ ലാസ്റ്റ് ചോദ്യമാണ്, ഇന്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം എവിടെയാണ്? ഫിലിപ്പൈൻസിലെ മനില. ഫിലിപ്പൈൻസിലെ മനില. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? നമ്മൾ ഹരിത വിപ്ലവം എന്നുള്ള ടോപ്പിക്കാണ് പഠിക്കുന്നത്. അതിലെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ പഠിച്ചതിന് ശേഷം നമ്മൾ ഫുള്ള് പഠിച്ചത് ആരൊക്കെ കുറിച്ചാണ്?
അതുപോലെ നോർമൻ ബോർലോഗ് ഇപ്പൊ പഠിക്കുന്നത് എം എസ് സ്വാമിനാഥനെ കുറിച്ചാണ്. 2007-2013 കാലയളവിൽ രാജ്യസഭാ അംഗമായിരുന്ന വ്യക്തിയാണെന്ന് പറയുന്നത് എം എസ് സ്വാമിനാഥൻ. 2007 മുതൽ 2013 വരെയുള്ള കാലയളവിൽ രാജ്യസഭ അംഗമായിരുന്നു എം എസ് സ്വാമിനാഥൻ. ഇന്ത്യയിലെ കാർഷിക ഗവേഷണത്തിന്റെയും വികസനത്തിന്റെയും ഭാവി രൂപപ്പെടുന്നതിൽ സ്വാമിനാഥൻ വഹിച്ച സംഭാവനകൾ വളരെ നിർണായകമാണ്. അതായത് ഇന്ത്യയിലെ കാർഷിക മേഖലയ്ക്കും അതുപോലെ തന്നെ കാർഷിക ഗവേഷണത്തിനും അതുപോലെ കാർഷിക വികസനത്തിനുമായിട്ടൊക്കെ ഒരുപാട് സംഭാവനകൾ ആര് നൽകിയിട്ടുണ്ട്? എം എസ് സ്വാമിനാഥൻ നൽകിയിട്ടുണ്ട്. അതിനെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തെ ഇന്ത്യൻ അഗ്രികൾച്ചറിന്റെ പിതാവെന്നും അതുപോലെ തന്നെ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവെന്നും നമ്മൾ ആരെ വിളിക്കുന്നത്? എം എസ് സ്വാമിനാഥനെ വിളിക്കുന്നത്. അപ്പോൾ എം എസ് സ്വാമിനാഥൻ രാജ്യസഭാ അംഗമായിരുന്ന കാലയളവ് ചോദിച്ചാൽ 2007 മുതൽ 2013 വരെ, 7 to 13 വരെ. ഇനി അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, എം എസ് സ്വാമിനാഥൻ ഇന്ത്യൻ കാർഷിക വിപ്ലവത്തിന്റെ ശില്പി എന്ന ജീവചരിത്ര ഗ്രന്ഥം രചിച്ചതാര്? കേട്ടിട്ടുണ്ടോ? എം എസ് സ്വാമിനാഥൻ ഇന്ത്യൻ കാർഷിക വിപ്ലവത്തിന്റെ ശില്പി. ഇതാണ് ആ ബുക്കിന്റെ ഒരു പേര് കേട്ടോ. ജീവചരിത്ര ഗ്രന്ഥത്തിന്റെ പേര് ഇങ്ങനെയാണ്, എം എസ് സ്വാമിനാഥൻ ഇന്ത്യൻ കാർഷിക വിപ്ലവത്തിന്റെ ശില്പി. എം എസ് സ്വാമിനാഥൻ ഇന്ത്യൻ കാർഷിക വിപ്ലവത്തിന്റെ ശില്പി എന്ന ജീവചരിത്ര ഗ്രന്ഥം രചിച്ചതാര്? ആർക്കെങ്കിലും അറിയാമോ? നല്ലൊരു ചോദ്യമാണ്. നമ്മുടെ റാങ്കുകൾ നിർണ്ണയിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യങ്ങളായിരിക്കും ഇതെല്ലാം. ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഇന്ത്യൻ കാർഷിക വിപ്ലവത്തിന്റെ ശില്പി എന്ന ചരിത്ര ഗ്രന്ഥം രചിച്ചതാര്? എം എസ് സ്വാമിനാഥൻ രചിച്ച പുസ്തകമല്ല, എം എസ് സ്വാമിനാഥനെ കുറിച്ച് പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. എം എസ് സ്വാമിനാഥൻ ഇന്ത്യൻ കാർഷിക വിപ്ലവത്തിന്റെ ശില്പി എന്ന ജീവചരിത്ര ഗ്രന്ഥം രചിച്ചതാര്? ആർക്കെങ്കിലും അറിയാമോ? അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാമോ? ഇല്ലെങ്കിൽ നോ എന്ന് കമന്റ് ചെയ്യാമോ? ഒന്ന് പറഞ്ഞു, നമുക്ക് പഠിച്ചു പോവാം. ഒന്ന് കമന്റ് ചെയ്യാമോ? പേര് കിട്ടിയ ശ്രദ്ധിച്ചോ, ഡോക്ടർ രോഹിണി അയ്യർ. ആരാണ്? ഡോക്ടർ രോഹിണി അയ്യർ. അപ്പൊ എം എസ് സ്വാമിനാഥനുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യമാണ് പറഞ്ഞത്. ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഇന്ത്യൻ കാർഷിക വിപ്ലവത്തിന്റെ ശില്പി എന്ന ജീവചരിത്ര ഗ്രന്ഥം രചിച്ചതാരെന്ന് ചോദിച്ചാൽ ഡോക്ടർ രോഹിണി അയ്യർ. ഡോക്ടർ രോഹിണി അയ്യർ. ക്ലിയർ അല്ലേ? ഇപ്പൊ ഓക്കെ ആയില്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ ഡോക്ടർ സ്വാമിനാഥൻ ഇന്ത്യൻ കാർഷിക വിപ്ലവത്തിന്റെ ശില്പി എന്ന ജീവചരിത്ര ഗ്രന്ഥം രചിച്ചതാരെന്ന് ചോദിച്ചാൽ ആരാണ്? ഡോക്ടർ രോഹിണി അയ്യർ. ആരാണ്? ഡോക്ടർ രോഹിണി അയ്യർ. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? നമ്മുടെ A47 നല്ലപോലെ കമന്റ് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ളവരുടെ ഒന്നും ആക്റ്റീവ് ആവാമോ? ബാക്കിയുള്ളവരുടെ സ്ഥിരമായിട്ട് കമന്റ് ചെയ്യുന്നവർ തന്നെയാണ് നിങ്ങൾ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാമോ? നമ്മൾ കമന്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഞാൻ ക്ലാസ്സിലുണ്ട് എന്നാണ് അർത്ഥം. ക്ലിയർ ആയി? ഓക്കെ. അപ്പൊ ശ്രദ്ധിച്ചോണം കേട്ടാ. ഞാൻ വീണ്ടും എടുത്തെടുത്ത് പറയാൻ കാര്യം നമ്മുടെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ്. നമ്മൾ ഒരുപാട് ടോപ്പിക്കുകൾ കവർ ചെയ്തു. ആ പഠിച്ച ടോപ്പിക്കിനകത്ത് നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യണം നമ്മുടെ പരീക്ഷകളുടെ ഒരു വലിയൊരു സെക്ഷൻ. ഏതെങ്കിലും ഒരു ജോലി നമ്മൾ എഴുതിയെടുക്കും നമുക്കൊരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. ഓക്കെ. ചോദ്യം, UN സെക്രട്ടറി ജനറൽ ആയിരുന്ന ജാവിയസ് പെരസ് ഡിക്കുളർ. ആ വ്യക്തിയുടെ പേര് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ജാവിയസ് പെരസ് ഡിക്കുളർ സ്വാമിയെ കുറിച്ച് എഴുതിയത് സ്വാമിനാഥൻ ജീവിച്ചിരിക്കുന്ന ഇതിഹാസം എന്നാണ്. UN സെക്രട്ടറി ജനറൽമാരില്ലേ? യുഎന്നിന്റെ സെക്രട്ടറി ജനറൽമാരുടെ 5ാമത്തെ സെക്രട്ടറി ജനറൽ ആയിരുന്ന വ്യക്തിയാണ് ആര്? ജാവിയർ പെരസ് ഡിക്കുളർ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, അന്താരാഷ്ട്ര സംഘടനകൾ പഠിച്ച സമയത്ത് UN സെക്രട്ടറി ജനറൽമാരുടെ പേരൊക്കെ പഠിച്ചിട്ടുണ്ടോ? ഇത് സത്യം പറഞ്ഞ എളുപ്പമുള്ള പേരെന്ന് വേണം പറയാൻ. ബുഡ്രോസ് ഗാലി, ഡാഗ് ഹാമർ സ്കോൾഡ്, കുൾട്ട് വാൾട്ട് ഹെയിം, അങ്ങനെയൊക്കെയാണ് ഓരോരുത്തരുടെ പേരുകൾ. കേട്ടിട്ടുണ്ടോ? ട്രിക് ബേലി, യൂത്താണ്ട്, ഇങ്ങനെയൊക്കെയാണ് പേരുകൾ. പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ ആ ടോപ്പിക്? UN സെക്രട്ടറി ജനറൽമാർ അന്താരാഷ്ട്ര സംഘടനകൾ പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ടോ? യുണിസെഫ് അതിന്റെയൊക്കെ ഭാഗമായിട്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ പേര്. ചിലരെ പേര് അങ്ങനെയൊക്കെയാണ്. നമുക്ക് ഇവിടെ ആവശ്യമുള്ള പേര് ജാവിയർ പെരസ് ഡിക്കുളർ. അങ്ങനെ ഒരു പേരാണ്, ജാവിയർ പെരസ് ഡിക്കുളർ. എം എസ് സ്വാമിനാഥനെ കുറിച്ച് എഴുതിയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എന്താണ്? ജീവിച്ചിരിക്കുന്ന ഇതിഹാസം. അപ്പൊ എം എസ് സ്വാമിനാഥനെ ജീവിച്ചിരിക്കുന്ന ഇതിഹാസം എന്ന് വിളിച്ചത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ജാവിയർ പെരസ് ഡിക്കുളർ. ഇദ്ദേഹം യുഎന്നിന്റെ സെക്രട്ടറി ജനറൽ ആണ്. യുഎന്നിന്റെ സെക്രട്ടറി ജനറൽ ആയിട്ടുള്ള വ്യക്തിയാണ് ജാവിയർ പെരസ് ഡിക്കുളർ. നമ്മൾ നേരത്തെ പഠിച്ച ചോദ്യം എന്തായിരുന്നു? എം എസ് സ്വാമിനാഥൻ ഇന്ത്യൻ കാർഷിക വിപ്ലവത്തിന്റെ ശില്പി എന്ന ജീവചരിത്ര ഗ്രന്ഥം രചിച്ചതാരാണ്? ഒന്ന് കമന്റ് ചെയ്യും, പെട്ടെന്ന് കമന്റ് ചെയ്യും. എം എസ് സ്വാമിനാഥൻ ഇന്ത്യൻ കാർഷിക വിപ്ലവത്തിന്റെ ശില്പി എന്ന ജീവചരിത്ര ഗ്രന്ഥം രചിച്ചതാരാണ്? എം എസ് സ്വാമിനാഥൻ ഇന്ത്യൻ കാർഷിക വിപ്ലവത്തിന്റെ ശില്പി എന്ന ജീവചരിത്ര ഗ്രന്ഥം രചിച്ചതാരാണ്? നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻ ആണ്. അത് തന്നെ, ഡോക്ടർ രോഹിണി അയ്യർ അല്ലേ? ഡോക്ടർ ഇതുപോലെ കമന്റ് ചെയ്യും. ഡോക്ടർ രോഹിണി അയ്യർ. അടുത്ത ചോദ്യം, UN സെക്രട്ടറി ജനറൽ ആയിരുന്ന 5ാമത്തെ സെക്രട്ടറി ജനറൽ ആയിട്ടുള്ള ജാവിയർ പെരസ് ഡിക്കുളർ സ്വാമിയെ കുറിച്ച് എഴുതിയത് എങ്ങനെയാണ്? സ്വാമി എന്താണെന്നാണ് പറഞ്ഞത്? ജീവിച്ചിരിക്കുന്ന ഇതിഹാസം. സ്വാമി എന്ന് പറഞ്ഞാൽ ആരാണ്? എം എസ് സ്വാമിനാഥനെയാണ് സ്വാമി എന്ന് എഴുതിയിട്ടുള്ളത് കേട്ടാ. സ്വാമിയെ കുറിച്ച് എഴുതിയത് എങ്ങനെയാണ്? എം എസ് സ്വാമിനാഥൻ ജീവിച്ചിരിക്കുന്ന ഇതിഹാസം എന്നാണ്. ഭാരതരത്നം മരണാനന്തരം ലഭിച്ചത് 2024. ഇനി ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് 2024. പഠിച്ചു വെച്ചോ.
അതായത് MS സ്വാമിനാഥന് മരണാനന്തര ബഹുമതിയായി ഭാരതരത്നം ലഭിച്ചു. അദ്ദേഹത്തിന് മരിച്ചതിന് ശേഷം മരണാനന്തര ബഹുമതിയായിട്ട് അദ്ദേഹത്തിന് ലഭിച്ച അവാർഡാണ് എന്ത്? ഭാരതരത്നം 2024 ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം. അടുത്ത ഇദ്ദേഹത്തിന് കിട്ടിയ 2-3 അവാർഡുകളോട് ഓർമ്മിച്ചോടെ. ദേശീയോദ്ഗ്രഥനത്തിനുള്ള ഇന്ദിരാഗാന്ധി പുരസ്കാരം 2013. നമ്മളിപ്പോ ഇന്ന് പഠിക്കും, ഇപ്പൊ പഠിക്കും, ശ്രദ്ധിച്ചോ. ഭാരതരത്നം മരണാനന്തര ബഹുമതിയായിട്ട് ലഭിച്ചത് 2024 ദേശീയോദ്ഗ്രഥനത്തിനുള്ള ഇന്ദിരാഗാന്ധി പുരസ്കാരം ലഭിച്ചത് 2013. പത്മശ്രീ ലഭിച്ചത് 1967. ഇദ്ദേഹത്തിന് പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ എല്ലാം കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം പഠിക്കാനുണ്ട്. ഭാരതരത്നം മരണാനന്തരം ലഭിച്ചത് 2024. ദേശീയോദ്ഗ്രഥനത്തിനുള്ള ഇന്ദിരാഗാന്ധി പുരസ്കാരം ലഭിച്ചത് 2013. പത്മശ്രീ ലഭിച്ചത് 1967. പത്മഭൂഷൺ ലഭിച്ചത് 1972. അപ്പൊ പത്മശ്രീ 67, 5 വർഷങ്ങളെ കഴിഞ്ഞപ്പോ എന്താണ് അദ്ദേഹത്തിന് പത്മഭൂഷൺ കിട്ടി. 2013 ഇന്ദിരാഗാന്ധി അല്ലെ ദേശീയോദ്ഗ്രഥനത്തിനുള്ള ഇന്ദിരാഗാന്ധി പുരസ്കാരം ലഭിച്ചു. മരണാനന്തരം ഭാരതരത്നം ലഭിച്ചത് 2024. ഇദ്ദേഹത്തിന് പത്മവിഭൂഷൺ ലഭിച്ചത് 1989. 67 പത്മശ്രീ, 72 പത്മഭൂഷൺ, 89 പത്മവിഭൂഷൺ. 2013 ദേശീയോദ്ഗ്രഥനത്തിനുള്ള ഇന്ദിരാഗാന്ധി പുരസ്കാരം, മരണാനന്തര ബഹുമതിയായിട്ട് 2024 ഭാരതരത്നം. ഒന്ന് കമന്റ് ചെയ്യാമോ? ഇത്രയും അവാർഡുകൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാമോ? പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എഴുതാനുള്ള ടൈപ്പ് ചെയ്യുന്ന സമയത്ത് എന്തായാലും നമ്മൾ പറഞ്ഞുകൊണ്ടായിരിക്കും ടൈപ്പ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അത്രയും പഠിക്കും. ഒന്ന് കമന്റ് ചെയ്യാമോ? ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഇദ്ദേഹത്തിന് ഭാരതരത്നം മരണാനന്തരം ലഭിച്ച വർഷം 2024. ഏറ്റവും പുതിയൊരു ലേറ്റസ്റ്റ് ചോദ്യം തന്നെ പറയാം. MS സ്വാമിനാഥനുമായി ബന്ധപ്പെട്ട ചോദ്യത്തിൽ മരണാനന്തര ഭാരതരത്നം ലഭിച്ചത് 2024. ദേശീയോദ്ഗ്രഥനത്തിനുള്ള ഇന്ദിരാഗാന്ധി പുരസ്കാരം 2013. പത്മശ്രീ ലഭിച്ചത് 1967. പത്മഭൂഷൺ ലഭിച്ചത് 1972. പത്മവിഭൂഷൺ ലഭിച്ചത് 1989. ഒന്ന് കമന്റ് ചെയ്യാമോ? UN സെക്രട്ടറി ജനറൽ ആയിരുന്ന ജാവിയർ പെരസ് ഡി കുള്ളർ. ആ പേര് തെറ്റിപ്പോലെ. ജാവിയർ പെരസ് ഡി കുള്ളർ സ്വാമിയെ കുറിച്ച് എഴുതി എങ്ങനെയാണ്? സ്വാമിനാഥൻ ജീവിച്ചിരിക്കുന്ന ഇതിഹാസം. സ്വാമിനാഥൻ, MS സ്വാമിനാഥൻ എന്താണ്? ജീവിച്ചിരിക്കുന്ന ഇതിഹാസം. ഒന്ന് കമന്റ് ചെയ്യാമോ? ഭാരതരത്നം ലഭിച്ച വർഷം കിട്ടി, 2024 കിട്ടി. ബാക്കിയുള്ള അവാർഡുകൾ ഒന്ന് കമന്റ് ചെയ്യാമോ? ദേശീയോദ്ഗ്രഥനത്തിനുള്ള ഇന്ദിരാഗാന്ധി പുരസ്കാരം 2013. കമന്റ് ചെയ്യാൻ പറ്റുന്നില്ലേ? ഇന്ദിരാഗാന്ധി അവാർഡ് 2013, പത്മശ്രീ 67, ഭൂഷൺ 72, വിഭൂഷൺ 89. ഇത്രയേ ഉള്ളൂ. കമന്റ് ചെയ്യാൻ പറ്റൂലേ? ഇദ്ദേഹത്തിന് മറ്റൊരു അവാർഡ് കൂടെ കിട്ടി, യുനെസ്കോ മഹാത്മാഗാന്ധി പുരസ്കാരം. ഇദ്ദേഹത്തിന് അവാർഡുകൾ എന്ന് പറഞ്ഞാൽ ഒരു 12 or 14 അവാർഡ് ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. നമുക്കിങ്ങനെ ഓർഡർ ആയിട്ട് വർഷങ്ങൾ പഠിക്കാനുണ്ട്. എല്ലാ വർഷവും നമ്മുടെ ആവശ്യമുള്ളതാണെന്ന് ചോദിച്ചാൽ പൂർണ്ണമായിട്ട് ആവശ്യമുള്ളതല്ല. ഇവിടെ പഠിക്കേണ്ട പ്രധാനപ്പെട്ടതാണ്, ശ്രദ്ധിച്ചോണേ. യുനെസ്കോ മഹാത്മാഗാന്ധി പുരസ്കാരം 2000. അതിൽ വളരെ പ്രധാനപ്പെട്ടത് മാത്രമേ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളൂ. യുനെസ്കോ മഹാത്മാഗാന്ധി പുരസ്കാരം 2000. ഇദ്ദേഹത്തിന് ശാന്തി സ്വരൂപ് ഭട്നഗർ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ കുറെ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള പോയിന്റ് ഞാൻ പ്രധാനപ്പെട്ടതെല്ലാം കൊടുത്തിട്ടുണ്ട്. ഭാരതരത്നം മരണാനന്തരം ലഭിച്ചത് 1924. ദേശീയോദ്ഗ്രഥനത്തിനുള്ള ഇന്ദിരാഗാന്ധി പുരസ്കാരം 2013. പത്മശ്രീ 67, പത്മഭൂഷൺ 72, പത്മവിഭൂഷൺ 1989, യുനെസ്കോ മഹാത്മാഗാന്ധി പുരസ്കാരം 2000. ഓക്കെ ആണോ? ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇത്രയും ക്ലിയർ ആയോ? MS സ്വാമിനാഥനുമായി ബന്ധപ്പെട്ട നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളെല്ലാം പഠിച്ച് ക്ലിയർ ആണോ? ഓക്കെ. ഇനി നമുക്ക് ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ് പഠിക്കാനുള്ളത്. ഇദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ. അതിലൊരു ബുക്ക് ഇതാ കൊടുത്തിട്ടുണ്ട്, ഫ്രം ഗ്രീൻ ടു എവർഗ്രീൻ റവല്യൂഷൻ. ഇദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകമാണ് ഫ്രം ഗ്രീൻ ടു എവർഗ്രീൻ റവല്യൂഷൻ. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പുസ്തകമാണ് ഫ്രം ഗ്രീൻ ടു എവർഗ്രീൻ റവല്യൂഷൻ. നമ്മൾ പണ്ട് നമ്മുടെ പഴയ ക്ലാസ്സുകൾ, അതായത് മുന്നേ ഉള്ള ക്ലാസ്സുകൾ, ഒരു ഫെബ്രുവരി മാസമൊക്കെ നമ്മുടെ ക്ലാസ്സിൽ ഇരുന്നവർക്ക് അറിയാം, നമ്മൾ കുറെ പുസ്തകങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പല പുസ്തകങ്ങളും അന്ന് പരീക്ഷയ്ക്കും ചോദിച്ചു, ഓർമ്മേണ്ട? ഫെബ്രുവരി മാസത്തിൽ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ, ആ ബുക്ക് ചോദിച്ച് അതുപോലെ ഇനി വരുന്ന പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള MS സ്വാമിനാഥന്റെ ബുക്കാണ് ഞാൻ പറയുന്നത്, ഫ്രം ഗ്രീൻ ടു എവർഗ്രീൻ റവല്യൂഷൻ. രണ്ടാമത്തെ പുസ്തകം ഹങ്കർ ആൻഡ് പോവർട്ടി, ദ റോൾ ഓഫ് ബയോഡൈവേഴ്സിറ്റി. ബുക്കുകളുടെ പേരൊന്ന് ശ്രദ്ധിച്ച് പഠിച്ചോണേ. ഹങ്കർ ആൻഡ് പോവർട്ടി, ദ റോൾ ഓഫ് ബയോഡൈവേഴ്സിറ്റി. അപ്പൊ 2 പുസ്തകങ്ങൾ, ഫ്രം ഗ്രീൻ ടു എവർഗ്രീൻ റവല്യൂഷൻ, ഹങ്കർ ആൻഡ് പോവർട്ടി, ദ റോൾ ഓഫ് ബയോഡൈവേഴ്സിറ്റി. ഹങ്കർ ആൻഡ് പോവർട്ടി, ദ റോൾ ഓഫ് ബയോഡൈവേഴ്സിറ്റി. മൂന്നാമത്തെ പുസ്തകം ഇൻ സെർച്ച് ഓഫ് ബയോ ഹാപ്പിനെസ്. അപ്പൊ മൂന്നാമത്തെ പുസ്തകം എന്താണ്? ഇൻ സെർച്ച് ഓഫ് ബയോ ഹാപ്പിനെസ്. അപ്പൊ 3 പുസ്തകങ്ങൾ പഠിച്ചു. ഏതൊക്കെയാണ്? ഫ്രം ഗ്രീൻ ടു എവർഗ്രീൻ റവല്യൂഷൻ, ഹങ്കർ ആൻഡ് പോവർട്ടി, ദ റോൾ ഓഫ് ബയോഡൈവേഴ്സിറ്റി, ഇൻ സെർച്ച് ഓഫ് ബയോ ഹാപ്പിനെസ്. 4ാമത്തെ പുസ്തകം 15 years ഓഫ് ഗ്രീൻ റവല്യൂഷൻ, ആൻഡ് ആന്തോളജി ഓഫ് റിസർച്ച് പേപ്പേഴ്സ്. നല്ലൊരു ബുക്കാണ്. അല്ലെങ്കിൽ എന്താണ്, നമ്മുടെ ഗ്രീൻ റവല്യൂഷനെ കുറിച്ച് അടിസ്ഥാന കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. 15 years ഓഫ് ഗ്രീൻ റവല്യൂഷൻ, ആൻഡ് ആന്തോളജി ഓഫ് റിസർച്ച് പേപ്പേഴ്സ്. 15 years ഓഫ്
ഗ്രീൻ റവല്യൂഷൻ ആൻഡ് ആന്തോളജി ഓഫ് റിസർച്ച് പേപ്പേഴ്സ്. അപ്പൊ 4 പുസ്തകങ്ങൾ ഒന്നുകൂടെ ശ്രമിച്ചൂടെ. ഒന്നാമത്തെ ബുക്ക് ഏതാണ്? ഗ്രീൻ ടു, അതാണ് ഫ്രം ഗ്രീൻ ടു എവർ ഗ്രീൻ റവല്യൂഷൻ, ഹങ്കർ ആൻഡ് പോവർട്ടി, ദ റോൾ ഓഫ് ബയോഡൈവേഴ്സിറ്റി. മൂന്നാമത്തെ പുസ്തകം ഇൻ സെർച്ച് ഓഫ് ബയോ ഹാപ്പിനെസ്. നാലാമത്തെ പുസ്തകം 15 ഇയേഴ്സ് ഓഫ് ഗ്രീൻ റവല്യൂഷൻ ആൻഡ് ആന്തോളജി ഓഫ് റിസർച്ച് പേപ്പേഴ്സ്. അപ്പോൾ 4 പുസ്തകങ്ങളായി. അഞ്ചാമത്തെ ബുക്ക് ദ ക്വസ്റ്റ് ഫോർ എ വേൾഡ് വിത്തൗട്ട് ഹങ്കർ, ദ ക്വസ്റ്റ് ഫോർ എ വേൾഡ് വിത്തൗട്ട് ഹങ്കർ. 5 പുസ്തകങ്ങളായി. 5 പുസ്തകങ്ങൾ ഒന്നുകൂടെ ഒന്ന് പഠിച്ചു നോക്കാമോ? ഫ്രം ഗ്രീൻ ടു എവർ ഗ്രീൻ റവല്യൂഷൻ. നിങ്ങൾ മാക്സിമം വീട്ടിൽ നിന്ന് പറഞ്ഞു കൊടുക്കാം കേട്ടോ. ഫ്രം ഗ്രീൻ ടു എവർ ഗ്രീൻ റവല്യൂഷൻ, ഹങ്കർ ആൻഡ് പോവർട്ടി, ദ റോൾ ഓഫ് ബയോഡൈവേഴ്സിറ്റി, ഇൻ സെർച്ച് ഓഫ് ബയോ ഹാപ്പിനെസ്, 15 years of green revolution, an anthology of research papers, the quest for a world without hunger. ആറാമത്തെ പുസ്തകം combating hunger and achieving food security എന്നാണ്. combating hunger and achieving food security. 6 പുസ്തകങ്ങളിൽ ഏറ്റവും കൂടുതലാണ് ചോദിച്ചിട്ടുള്ള ബുക്കാണ് ഫ്രം ഗ്രീൻ ടു എവർ ഗ്രീൻ റവല്യൂഷൻ. ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ബുക്കാണ്. അത് കഴിഞ്ഞ് ചോദിച്ചിട്ടുള്ള ബുക്കാണ് ഹങ്കർ ആൻഡ് പോവർട്ടി, ദ റോൾ ഓഫ് ബയോഡൈവേഴ്സിറ്റി. അടുത്ത പുസ്തകം 5ാമത് എഴുതിയിട്ടുള്ളതാണ് ദ ക്വസ്റ്റ് ഫോർ എ വേൾഡ് വിത്തൗട്ട് ഹങ്കർ. ഈ 3 ബുക്കുകളും വളരെ ക്ലിയർ ആയിട്ട് പഠിച്ചു വെച്ചു. ഞാൻ 6 തന്നത് മാക്സിമം ബുക്കാണ്. ഇനി അദ്ദേഹത്തിന് ഒരുപാട് ബുക്കുകൾ എഴുതിയിട്ടുണ്ട്. നമ്മൾ 6 ബുക്കുകളെങ്കിലും പ്രധാനമായിട്ട് പഠിക്കാനും 3 ഞാൻ എടുത്ത് പഠിക്കണമെന്ന് പറഞ്ഞത്. ഏതൊക്കെയാണ്? ഫ്രം ഗ്രീൻ ടു എവർ ഗ്രീൻ റവല്യൂഷൻ, ഹങ്കർ ആൻഡ് പോവർട്ടി, ദ റോൾ ഓഫ് ബയോഡൈവേഴ്സിറ്റി, ദ ക്വസ്റ്റ് ഫോർ എ വേൾഡ് വിത്തൗട്ട് ഹങ്കർ. ഈ 3 ബുക്കുകൾ ഉറപ്പായിട്ട് പഠിച്ചോണം. ക്ലിയർ ആണോ? 6 ബുക്കും പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമല്ല. 6 ബുക്കുകൾ നമ്മൾ കേട്ടുടനെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷെ എന്ത് ചെയ്യുക, മാക്സിമം നമ്മൾ ശ്രമിച്ച ഒരു എഫേർട്ട് എടുത്ത് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പഠിക്കാൻ പറ്റും. ഫ്രം ഗ്രീൻ ടു എവർ ഗ്രീൻ റവല്യൂഷൻ, ഹങ്കർ ആൻഡ് പോവർട്ടി, ദ റോൾ ഓഫ് ബയോഡൈവേഴ്സിറ്റി. എനിക്ക് പറയാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കും പറയാൻ പറ്റും അല്ലേ? ഞാൻ ഇത് എഴുതി വെച്ചാണ് പഠിച്ചത്, ഞാൻ ഇത് എഴുതിയാണ് പഠിച്ചത്. ഓരോ ബുക്കുകളും ഞാൻ ബുക്കിൽ എഴുതിയാണ് പഠിച്ചത്. കാരണം നമുക്കത് ഒരു മാർക്കാണ്, നമ്മുടെ ആവശ്യമാണെന്ന് തോന്നിയപ്പോൾ അന്ന് എന്ത് ചെയ്ത് എഴുതിയാണ് പഠിച്ചിട്ടുള്ളത്. ഹങ്കർ ആൻഡ് പോവർട്ടി, ദ റോൾ ഓഫ് ബയോഡൈവേഴ്സിറ്റി, ഇൻ സെർച്ച് ഓഫ് ബയോ ഹാപ്പിനെസ്, 15 years of green revolution, an anthology of research papers, the quest for a world without hunger, combating hunger and achieving food security. അപ്പോൾ MS സ്വാമിനാഥനുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തി അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങളെല്ലാമായി നമ്മുടെ അവസാനത്തെ പരീക്ഷയ്ക്ക്, അതായത് ഈ അടുത്തിടെ MS സ്വാമിനാഥനുമായി ബന്ധപ്പെട്ട ഏറ്റവും അവസാനമായിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് MS സ്വാമിനാഥൻ മരിച്ചതെന്നാണ് 2023 സെപ്റ്റംബർ 28. ചിലപ്പോൾ നിങ്ങൾ തന്നെ അറ്റൻഡ് ചെയ്ത പരീക്ഷയായിരിക്കാം. ആ പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് MS സ്വാമിനാഥൻ എന്നാണ് അന്തരിച്ചത്? 2023 സെപ്റ്റംബർ 28. അപ്പോൾ ഇന്ത്യൻ ഹരിത വിപ്ലവം എന്നുള്ള ടോപ്പിക് പഠിച്ചപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പോയിന്റ് ഉൾപ്പെട്ടത് ആരെ കുറിച്ചാണ്? MS സ്വാമിനാഥനെ കുറിച്ചാണ്. എന്താണ് ഹരിത വിപ്ലവം, അത് വന്ന കാലഘട്ടം, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ വളരെ ബേസ് ആയിട്ടുള്ള കാര്യം, അതിനുശേഷം പഠിച്ച എന്താണ് ഇന്ത്യൻ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ആരാണ്? MS സ്വാമിനാഥൻ. അതിന് അവസാനം ഞാൻ പറഞ്ഞത് നമ്മുടെ പരീക്ഷകൾക്ക് ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 2023 സെപ്റ്റംബർ 28. എന്റെ ഓർമ്മയാണെങ്കിൽ ഗാന്ധി ബോർഡിന്റെയോ അങ്ങനെ ഏതോ ഒരു പ്രധാനപ്പെട്ട വലിയൊരു പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഈ പറഞ്ഞ MS സ്വാമിനാഥൻ അന്തരിച്ചത് എന്നാണ് 2023 സെപ്റ്റംബർ 28. 2023 സെപ്റ്റംബർ 28. ഇനി നമുക്ക് നമ്മുടെ ഹരിത വിപ്ലവം എന്നുള്ള ടോപ്പിക്കിലോട്ട് വരാം. ഹരിത വിപ്ലവത്തിലൂടെ ഏറ്റവും കൂടുതൽ ഉൽപാദനം ഉണ്ടാക്കിയ കാർഷിക വിള അല്ലെങ്കിൽ ഭക്ഷ്യവിള. കുറച്ച് വൺ വേർഡ് ചോദ്യങ്ങളാണ്. ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ? ഈ ഉത്തരം ആർക്കെങ്കിലും അറിയാമോ? ഹരിത വിപ്ലവത്തിലൂടെ ഏറ്റവും കൂടുതൽ ഉൽപാദനം ഉണ്ടായ കാർഷിക വിള അല്ലെങ്കിൽ ഭക്ഷ്യവിള. നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാർഷിക വിളയെ കുറിച്ചും അല്ലെങ്കിൽ നാണ്യവിളയെ കുറിച്ചൊക്കെ പഠിക്കും. നാണ്യവിള അതുപോലെ തന്നെ ബാക്കിയുള്ള എന്താണ് നമ്മുടെ കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ഒറ്റ ക്ലാസ്സിൽ മാക്സിമം പോയിന്റ് കിട്ടുന്ന രീതിയിൽ എന്ത് ചെയ്യാം, പഠിക്കാം. ഓക്കെ, ഏറ്റവും വലിയ കാർഷിക വിള അല്ലെങ്കിൽ ഭക്ഷ്യവിള എന്ന് ചോദിച്ചാൽ ഏതാണ്? ഗോതമ്പ്. ഏതാണ്? ഗോതമ്പ്. ഏറ്റവും കൂടുതൽ ഹരിത വിപ്ലവത്തിൽ ചോദിച്ച മറ്റൊരു ചോദ്യം ഇതാണ്. ഹരിത വിപ്ലവത്തിലൂടെ ഏറ്റവും കൂടുതൽ ഉൽപാദനം ഉണ്ടായ കാർഷിക വിളയെന്നോ ഭക്ഷ്യവിളയെന്നോ ചോദിച്ചാൽ ഉത്തരം ഏതാണ്? ഗോതമ്പ്. എന്നാൽ ഈ ചോദ്യം ജസ്റ്റ് ഒന്ന് മാറ്റി ചോദിക്കും. ഹരിത വിപ്ലവത്തിലൂടെ ഏറ്റവും കൂടുതൽ ഉൽപാദനം ഉണ്ടാക്കിയ നാണ്യവിള. അടുത്ത ക്ലാസ്സിൽ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമൊക്കെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഹരിത വിപ്ലവത്തിലൂടെ ഏറ്റവും കൂടുതൽ ഉൽപാദനം ഉണ്ടായ നാണ്യവിള ഏതാണ്? നാണ്യവിള കരിമ്പ്. ഉത്തരമേതാണ്? കരിമ്പ്. അപ്പൊ ഹരിത വിപ്ലവത്തിലൂടെ ഏറ്റവും കൂടുതൽ ഉൽപാദനം ഉണ്ടായ നാണ്യവിള ചോദിച്ചാൽ കരിമ്പ്. ഹരിത വിപ്ലവത്തിലൂടെ ഏറ്റവും കൂടുതൽ ഉൽപാദനം ഉണ്ടായ കാർഷിക വിള അല്ലെങ്കിൽ ഭക്ഷ്യവിള ചോദിച്ചു കഴിഞ്ഞാൽ ഗോതമ്പ്. ഏതാണ്? ഗോതമ്പ്. ക്ലിയർ ആണ്. അടുത്ത ചോദ്യം. ഹരിത വിപ്ലവത്തിലൂടെ പ്രധാനമായും സ്വയം പര്യാപ്തത കൈവരിച്ച ഭക്ഷ്യധാന്യങ്ങൾ ഏതെല്ലാം? അറിയാമോ? ഹരിത വിപ്ലവത്തിലൂടെ പ്രധാനമായും സ്വയം പര്യാപ്തത കൈവരിച്ച ഭക്ഷ്യധാന്യങ്ങൾ ഏതെല്ലാം? ഏതൊക്കെയാണ് ഭക്ഷ്യധാന്യങ്ങൾ? ഹരിത വിപ്ലവത്തിലൂടെ പ്രധാനമായിട്ടും സ്വയം പര്യാപ്തത കൈവരിച്ച ഭക്ഷ്യധാന്യങ്ങൾ എന്നാണ് ചോദ്യമെങ്കിൽ 2 എണ്ണം അരിയും ഗോതമ്പും. ഏതൊക്കെയാണ്? അരിയും ഗോതമ്പും. ഓക്കെ, അരി, ഗോതമ്പ് ഇത് രണ്ടുമാണ് എന്ത് ചെയ്തത്? ഹരിത വിപ്ലവത്തിലൂടെ പ്രധാനമായിട്ടും സ്വയം പര്യാപ്തത കൈവരിച്ച ഭക്ഷ്യധാന്യങ്ങൾ. എന്നാൽ ഭക്ഷ്യവിള എന്നോ കാർഷിക വിളയെന്നോ ചോദിച്ചാൽ ഗോതമ്പ്.
നാണ്യവിള എന്ന് ചോദിച്ചാൽ കരിമ്പ്, നാണ്യവിള കരിമ്പ്. അതുപോലെ തന്നെ ഭക്ഷ്യധാന്യങ്ങൾ എന്ന് ചോദിച്ചാൽ അരിയും ഗോതമ്പും. ഈ 3 ചോദ്യവും നമ്മൾ തെറ്റാതെ പഠിക്കുക. മെജോറിറ്റി ഉള്ളവരും കമന്റ് ചെയ്ത് പഠിച്ച കാര്യമാണ്. ഓക്കെയാണ്, ക്ലിയർ ആണ്. ഹരിത വിപ്ലവത്തിന്റെ ലക്ഷ്യങ്ങൾ. ഹരിത വിപ്ലവത്തിന്റെ ലക്ഷ്യങ്ങൾ 4 മേഖലകൾ തിരിച്ച് ഓരോ മേഖലയും ലക്ഷ്യങ്ങൾ പറയുന്നുണ്ട്. ആ ലക്ഷ്യങ്ങളാണ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം. ഹരിത വിപ്ലവത്തിന്റെ ലക്ഷ്യം, അതായത് ഹരിത വിപ്ലവത്തിന്റെ ഹ്രസ്വകാല ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ പട്ടിണി പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി ഹരിത വിപ്ലവം ആരംഭിച്ചു എന്നതാണ്. അപ്പോൾ ഹരിത വിപ്ലവത്തിന്റെ ഹ്രസ്വകാല ലക്ഷ്യം എന്തായിരുന്നു? ഹരിത വിപ്ലവത്തിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് ഓരോ ലക്ഷ്യങ്ങളായിട്ട് പഠിക്കാം. അതിന്റെ ഹ്രസ്വകാല ലക്ഷ്യം എന്ന് എന്തായിരുന്നു? ഇന്ത്യയുടെ പട്ടിണി പ്രതിസന്ധി എന്ത് ചെയ്യുക? മാറ്റുക, അല്ലെങ്കിൽ അതിനൊരു പരിഹാരം കണ്ടെത്തുക. ദീർഘകാല ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ഗ്രാമീണ വികസനം, വ്യാവസായിക വികസനം, അടിസ്ഥാന സൗകര്യങ്ങൾ, അസംസ്കൃത വസ്തുക്കൾ എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള മൊത്തത്തിലുള്ള കാർഷിക നവീകരണം. ഇത് രണ്ടും നല്ലപോലെ പഠിച്ചോണം. ഒന്ന് ഹ്രസ്വകാല ലക്ഷ്യം, ഹരിത വിപ്ലവത്തിന്റെ ഹ്രസ്വകാല ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ പട്ടിണി പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി ഹരിത വിപ്ലവം ആരംഭിച്ചു. ദീർഘകാല ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ഗ്രാമീണ വികസനം, വ്യാവസായിക വികസനം, അടിസ്ഥാന സൗകര്യങ്ങൾ, അസംസ്കൃത വസ്തുക്കൾ എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള മൊത്തത്തിലുള്ള കാർഷിക നവീകരണം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ ശരിയായ പ്രസ്താവന ചോദിച്ചു കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിക്കാം: ഹരിത വിപ്ലവത്തിന്റെ ഹ്രസ്വകാല ലക്ഷ്യമായി പരിഗണിക്കുന്നത് ഇന്ത്യയുടെ പട്ടിണി പ്രതിസന്ധി പരിഹരിക്കുക എന്നതായിരുന്നു എന്ന് ചോദിച്ചാൽ ശരിയാണ്, അത് ഹ്രസ്വകാല ലക്ഷ്യമായിരുന്നു. എന്നാൽ ദീർഘകാല ലക്ഷ്യം എന്ന് ചോദിച്ചാൽ എന്താണ്? കാർഷിക മേഖലയിലുള്ള മൊത്തത്തിലുള്ള നവീകരണം. അതിന് അടിസ്ഥാനമായിട്ട് ഉപയോഗിച്ച് എന്തൊക്കെയായിരുന്നു? ഗ്രാമീണ വികസനം, വ്യാവസായിക വികസനം, അടിസ്ഥാന സൗകര്യ വികസനം, അസംസ്കൃത വസ്തുക്കൾ എന്നിവയുടെ അടിസ്ഥാനമാക്കിയുള്ള മൊത്തത്തിലുള്ള കാർഷിക നവീകരണം. ഇതായിരുന്നു എന്ത്? ദീർഘകാല ലക്ഷ്യം. അപ്പൊ ഹ്രസ്വകാല ലക്ഷ്യമായി ദീർഘകാല ലക്ഷ്യമായി രണ്ടും മനസ്സിലായ, രണ്ടും ക്ലിയർ ആയ, ഇങ്ങനെ വേർതിരിച്ച് പഠിക്കണം. അല്ലാതെ ലക്ഷ്യം മൊത്തത്തിൽ പറയണതല്ല നമ്മുടെ പരീക്ഷയുടെ രീതി. ഇപ്പോഴത്തെ രീതി. പണ്ടാണെങ്കിൽ ഹരിത വിപ്ലവത്തിന്റെ ലക്ഷ്യം എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഹരിത വിപ്ലവം നടപ്പിലാക്കിയപ്പോൾ ഉണ്ടായ നേട്ടങ്ങൾ എന്നുള്ള ഒറ്റ വാചകത്തിൽ പഠിക്കാം, അല്ലെങ്കിൽ ഒറ്റ സെന്റൻസ് ആയിട്ട് പഠിക്കാം. ഇവിടെ നമുക്ക് വേർതിരിച്ച് പഠിക്കണം. കാരണം പുതിയ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇവിടെ നിന്നൊക്കെയാണ് വരുന്നത്. ഹരിത വിപ്ലവത്തിന്റെ ലക്ഷ്യങ്ങൾ. ഇനി 2 മേഖല ലക്ഷ്യം കൂടെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന് തൊഴിൽ ലക്ഷ്യങ്ങൾ. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ടുള്ള തൊഴിൽ ലക്ഷ്യം എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ കാർഷിക വ്യവസായ തൊഴിലാളികൾക്ക് തൊഴിൽ നൽകുക എന്ന ലക്ഷ്യം. തൊഴിലവസരം വർദ്ധിപ്പിക്കുക, അത് തന്നെയാണ് തൊഴിൽ ലക്ഷ്യം കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ ഹരിത വിപ്ലവം ആരംഭിക്കുന്നതിലൂടെ തൊഴിൽ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്താണ്? കാർഷിക വ്യവസായ തൊഴിലാളികൾക്ക് എന്താണ്? തൊഴിലവസരങ്ങൾ നൽകുക. അടുത്തത് ശാസ്ത്രീയ പഠനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ലക്ഷ്യം. ഹരിത വിപ്ലവത്തിന്റെ ഭാഗമായുള്ള ശാസ്ത്രീയ പഠനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ തീവ്രമായ കാലാവസ്ഥയെയും രോഗങ്ങളെയും നേരിടാൻ കഴിയുന്ന ശക്തമായ സസ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുക, അല്ലെങ്കിൽ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ എന്ത് ചെയ്യുക? കണ്ടെത്തുക. ഇതായിരുന്നു ശാസ്ത്രീയ പഠനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ലക്ഷ്യം. തൊഴിൽ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ കാർഷിക വ്യവസായ തൊഴിലാളികൾക്ക് സ്വയം തൊഴിൽ നൽകുക, അല്ലെങ്കിൽ തൊഴിൽ അവസരങ്ങൾ നൽകുക. ഹ്രസ്വകാലം എന്താണെന്ന് ചോദിച്ചാൽ രാജ്യത്തിനുണ്ടായിരുന്ന പട്ടിണി പരിഹരിക്കുക. അതുപോലെ ദീർഘകാല അളവിലെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ എന്താണ്? കാർഷിക മേഖല മൊത്തത്തിലുള്ള നവീകരണം. അതിനെന്തൊക്കെയാണ് അടിസ്ഥാനം? ഗ്രാമീണ വികസനം, വ്യാവസായിക വികസനം, അടിസ്ഥാന സൗകര്യങ്ങൾ, അസംസ്കൃത വസ്തുക്കൾ എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള മൊത്തത്തിലുള്ള കാർഷിക നവീകരണം. ക്ലിയർ ആണോ? ഈ 4 ലക്ഷ്യങ്ങളും വേർതിരിച്ച് പഠിക്കണം. നമ്മൾ പരീക്ഷ എഴുതാൻ പോണ 2025-ലാണ്. നമ്മൾ 2010-ലോ 15-ലോ അല്ല പരീക്ഷ എഴുതുന്നത്, 25-ലാണ്. അപ്പോൾ ഇത്തരത്തില് വേർതിരിച്ച് പഠിച്ചാൽ മാത്രമേ നമുക്ക് അതിലുള്ള മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റൂ. ക്ലിയർ ആയോ? ഓക്കെ ആണോ? അപ്പൊ ഇന്നത്തെ ക്ലാസ് ഓക്കെ ആണെന്ന് കരുതുന്നു, മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.